ഹലോ നമസ്കാരം, ഞാൻ ജിതിൻ. നമ്മൾ ഈ വീഡിയോയിൽ പേഴ്സണൽ ലോണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ കുറച്ച് പ്രസിദ്ധമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ലോണാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം, ഒരു ക്യാഷിനൊരു എമർജൻസി വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക നമുക്കൊരു പേഴ്സണൽ ലോൺ എവിടെന്നെങ്കിലും കിട്ടുമെന്നായിരിക്കും നമ്മൾ ആദ്യം നോക്കുക. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സാലറി ക്രെഡിറ്റ് ആവുന്ന ബാങ്കിലേക്കായിരിക്കും അവർ ആദ്യം അന്വേഷിക്കുക പേഴ്സണൽ ലോൺ കിട്ടുമെന്നുള്ളത്. ഈ ഓരോ ബാങ്കിലും ഓരോ പ്രൊസീജിയറാണ് പേഴ്സണൽ ലോൺ കിട്ടുന്നത്. കാരണം ഇത് ഈടില്ലാതെ കൊടുക്കുന്ന ഒരു ലോണാണ്. നമ്മൾ ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലും അതേപോലെ സാലറി വാങ്ങുന്ന ആളുകളാണെങ്കിൽ സാലറി എത്രയാണ് വരുന്നത്, ESI PF എല്ലാം കട്ടാവുന്നുണ്ടോ, അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഗ്രേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ്, ഇതെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടാണ് ബാങ്കുകൾ നോർമലി പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യാറ്. ഇപ്പം ഓരോ ബാങ്കിലും മിനിമം ഇത്ര സാലറി വരണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച ബാങ്കിൽ നമുക്ക് ലോൺ കിട്ടിക്കോളണമെന്നില്ല. ഇത്തരം ഒരു അവസ്ഥയിലായിരിക്കും ഈ പല ആളുകളും ഈ ഓൺലൈൻ ആപ്പുകളെ സമീപിക്കുക. ആപ്പ് വഴി ലോൺ കിട്ടുമെന്ന് ട്രൈ ചെയ്യുക. അപ്പം നിങ്ങളിങ്ങനെ ആപ്ലിക്കേഷൻ വഴികൾ നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കുന്ന ആപ്ലിക്കേഷൻ RBI അപ്രൂവ്ഡ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഇതാണോ ചെക്ക് ചെയ്യണം. അതേപോലെ ഇവരുടെ ഇൻട്രസ്റ്റ് എത്രയാണ്, ഇവരുടെ നിബന്ധനകൾ എത്രയാണ്, മുൻകൂട്ടി കാലാവധിക്ക് മുൻപായിട്ട് തന്നെ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രീ ക്ലോഷർ ചാർജ് എന്തെങ്കിലും വരുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് അവരുടെ ആപ്ലിക്കേഷൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴി ബന്ധപ്പെട്ട ഒരു ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ വഴി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ജെനുവൻ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരും, ഗൂഗിൾ പേ അതേപോലെ ഫോൺ പേ ഉപയോഗിക്കുന്ന ആയിരിക്കും ഭൂരിഭാഗം ആളുകളും. ഇവർ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന തന്നെ പല NBFCകളും അസോസിയേറ്റ് ആയിട്ട് പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് RBI അപ്രൂവ്ഡ് NBFCകളായിരിക്കും ഉണ്ടായിരിക്കുക. അത്തരം ആപ്പ് വഴി ലോൺ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അതേപോലെ ക്രെഡിറ്റ് ബി, പേഴ്സൻസ്, ഫിനബിള്, നെബി, അങ്ങനെ ഫൈബ്, അങ്ങനെ അത്തരം NBFCകളും വരുന്നുണ്ട്. അത്തരം ക്രെഡിറ്റ് ആപ്പുകളും വരുന്നുണ്ട്, ലോൺ ആപ്പുകൾ വരുന്നുണ്ട്. ഈ ആപ്പുകളെല്ലാം RBI അപ്രൂവ്ഡ് ആണ്. എന്തായാലും നമ്മളൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പേഴ്സണൽ ലോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.